നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 4 ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് മോഡ്യൂൾ 4 പഠിക്കാനുള്ളത് കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്സ് ആൻഡ് നോൺ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്സ്. അതിൽ തന്നെ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്സിൽ BPSK, QPSK ആൻഡ് BFSK, അതേപോലെ നോൺ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്സിൽ DPSK. അപ്പൊ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻ ദിസ് ടെക്നിക് a phase synchronized carrier has to be generated at the receiver to recover information signal. മോഡുലേഷൻ നടത്തുമ്പോൾ തന്നെ നമ്മൾ എന്തായിരിക്കും ഒരു കാരിയർ വേവും മോഡുലേറ്റിംഗ് സിഗ്നൽ കമ്പൈൻ ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക ട്രാൻസ്മിറ്ററിന്. റിസീവർ അവിടെ നിന്ന് ഇൻഫർമേഷൻ സിഗ്നൽ റിട്രീവ് ചെയ്യും. അപ്പൊ ഈ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്കിലാവുമ്പോൾ നമ്മൾ കാരിയർ സിഗ്നലിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ തന്നെ ഇൻഫർമേഷൻ സിഗ്നൽ ആഡ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസീവറിൽ അവിടെയും ഒരു കാരിയർ സിഗ്നലും കൂടി ജനറേറ്റ് ചെയ്യേണ്ടി വരും ഡിറ്റക്ട് ചെയ്യേണ്ട സമയത്ത്. അപ്പൊ അതിന് ആ ടെക്നിക്കാണ് കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്ക്. അപ്പൊ ഇൻ ദിസ് ടെക്നിക് a phase synchronized carrier has to be generated at the receiver to recover the information signal. അപ്പോൾ ഇൻഫർമേഷൻ സിഗ്നൽ റിസീവർ റിക്കവർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫേസ് സിംഗിൾ കാരിയർ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത കാരിയറിന്റെ അതേ ഫേസും ഫ്രീക്വൻസി ഉള്ള കാരിയർ തന്നെയായിരിക്കണം ഇവിടെയും ജനറേറ്റ് ചെയ്യണം റിസീവറിന്റെ അവിടെയും. അപ്പൊ ഈ റിസീവറിന്റെ അവിടെയും ഒരു ട്രാൻസ്മിറ്ററിലുള്ള ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത കാരിയർ സിഗ്നലിന്റെ സെയിം ഫ്രീക്വൻസി ഫേസ് ഉള്ള അതേ കാരിയർ തന്നെ ഇവിടെയും അതിന്റെ റിപ്ലിക്ക ഇവിടെയും ജനറേറ്റ് ചെയ്യണം റിസീവർ സൈഡിൽ നമുക്ക് ഇൻഫർമേഷൻ സിഗ്നൽ റിക്കവർ ചെയ്യണമെങ്കിൽ. ആ മെത്തേഡിനെ പറയുന്നതാണ് കോറിലേഷൻ മോഡുലേഷൻ ടെക്നിക്. അപ്പൊ ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഓഫ് ദ കാരിയർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ റിസീവർ ഷുഡ് ബി സിൻക്രണൈസ്ഡ് വിത്ത് ദാറ്റ് ഓഫ് ട്രാൻസ്മിറ്റർ. അതാണ് ഞാൻ പറഞ്ഞത്. ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ റിസീവറിനോട് ജനറേറ്റ് ചെയ്തിട്ടുള്ള കാരിയറിന്റെ ഫേസും ഫ്രീക്വൻസിയും മറ്റെടുത്തുള്ള ട്രാൻസ്മിറ്ററിലുള്ള കാരിയറിന്റെ ഫേസും ഫ്രീക്വൻസി ആയിട്ട് സിൻക്രണൈസ്ഡ് ആയിരിക്കണം, മാച്ച് ചെയ്യണം. അത് അങ്ങനത്തെ കണ്ടീഷനാണത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ എപ്പോഴും വേണമെന്ന് പറയുന്ന മോഡുലേഷൻ ടെക്നിക്കാണ് കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്. അപ്പൊ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്ക് കോംപ്ലക്സ് എന്ന് രണ്ട് സ്ഥലത്ത്, ഒരു സ്ഥലത്ത് ഓൾറെഡി നമുക്ക് കാരിയർ ജനറേറ്റ് ചെയ്താലും അത് ഇൻഫർമേഷൻ സിഗ്നൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവർ സൈഡിലും ആദ്യം നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക് ഈസ് കോംപ്ലക്സ്, ബട്ട് ഇറ്റ് വിൽ പ്രൊവൈഡ് എ ബെറ്റർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്കിന്റെ പെർഫോമൻസ് ആയിരിക്കും ബെറ്റർ ദാൻ നോൺ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്. ഇനി നെക്സ്റ്റ് നോൺ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്. അപ്പൊ നോൺ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക് മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് DPSK. അപ്പൊ നോൺ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക് ഇൻ ദിസ് ടെക്നിക് നോ ഫേസ് സിൻക്രണൈസ്ഡ് ലോക്കൽ കാരിയർ ഈസ് നീഡഡ് അറ്റ് ദ റിസീവർ. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ സിഗ്നൽ നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ റിസീവറിന്റെ അവിടെ ഫേസ് സിഗ്നൽ കാരിയേഴ്സ് ഒന്നും ജനറേറ്റ് ചെയ്യാൻ വേണ്ട. കിട്ടിയ സിഗ്നൽ തന്നെ ഇൻഫർമേഷൻ സിഗ്നൽ ഡയറക്റ്റ് ആയിട്ട് റിക്കവർ ചെയ്യും. അപ്പൊ ആ ടെക്നിക്കിനാണ് പറയുന്നത് കോഹറന്റ് ടെക്നിക്ക്. തന്നെ സെൻഡ് ചെയ്യുന്നിടത്തുനിന്ന് കാരിയർ സിഗ്നലിന്റെ മുകളിൽ ഇൻഫർമേഷൻ സിഗ്നൽ ആഡ് ചെയ്ത് സെൻഡ് ചെയ്താലും റിസീവറിന്റെ അവിടെ നമുക്ക് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ വേറെ കാരിയർ സിഗ്നൽ ഒന്നും വേണ്ട. ആ കണ്ടീഷനുള്ള ടെക്നിക്കാണ് നോൺ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്. ദീസ് ടെക്നിക്സ് ആർ ലെസ് കോംപ്ലക്സ്, കോംപ്ലക്സിറ്റി കുറഞ്ഞു. അതായത് റിസീവർ സൈഡിൽ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട കാരിയർ സിഗ്നൽ ആൻഡ് പെർഫോമൻസ് ഈസ് ഇൻഫീരിയർ ടു കോഹറന്റ്. കോഹറന്റിനെ നോക്കുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് ലെസ് ആയിരിക്കും. അപ്പൊ ഇതിന് രണ്ടെണ്ണം, എന്താ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്കും നോൺ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്. അപ്പൊ ചിലപ്പോൾ കമ്പയർ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക് ആൻഡ് നോൺ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക് ചോദിച്ചു കഴിഞ്ഞാൽ കോഹറന്റ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഫേസ് സിൻക്രണൈസ്ഡ് കാരിയർ ഷുഡ് ബി ജനറേറ്റഡ് ദർ. ഹിയർ phase synchronous carrier is not needed to be generated at the receiver. Next, the technique is complex in coherent modulation. Here the technique is less complex and performance is best in coherent technique, and here the performance is inferior compared to coherent technique. And the modulation technique used ഏതൊക്കെയാണ് BPSK, BFSK and QPSK. Here the modulation techniques mainly used is DPSK. ഇതാണ് ഇതിന്റെ കമ്പാരിസൺ. ഇനി ഫസ്റ്റ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ കോഹറന്റ് മോഡുലേഷൻ ടെക്നിക്, കോഹറന്റ് ബൈനറി മോഡുലേഷൻ ടെക്നിക്സ്. അതിൽ ഫസ്റ്റ് വൺ BPSK. BPSKയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ്, അതാണ് BPSK. അപ്പൊ BPSK നമ്മുടെ ഡാറ്റ ഇൻപുട്ട്, ഇതാണ് ഡാറ്റ, അങ്ങനെ നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ 0 ഒറിജിനില്, പിന്നെ 1 സ്റ്റെപ്പ് സൈസിൽ, അങ്ങനെ സ്ക്വയർ സിഗ്നൽസ് 0 താഴെ ആയിരിക്കും സ്റ്റെപ്പ് വരും, 1ന്റെ കൂടെ അതേ റെഡ്യൂസ് ചെയ്യുന്ന 0ന്റെ കൂടെ അതേ സ്റ്റെപ്സ് റെഡ്യൂസ് ചെയ്ത് സ്റ്റെപ്പ് സിഗ്നൽ പോകും. ഇതാണ് ബൈനറി ഡാറ്റ. അപ്പൊ ഇത് മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിറ്ററിന് അവിടുന്ന് ചാനലിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കും, BPSK സിഗ്നൽ എങ്ങനെയായിരിക്കും. 0ന്റെ അവിടെ ഇപ്പൊ നമ്മളൊരു സൈൻ വേവ് സ്റ്റാർട്ട് ചെയ്തു, എന്ത് ചെയ്തു. അപ്പോ നെക്സ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താഴേന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, ഫേസ് ചേഞ്ച് ചെയ്യണം. അതാണ് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് ആകുമ്പോൾ ഫേസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇവിടെ എൻഡ് ചെയ്തത് താഴെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മളിവിടെ മോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും 1ന്. അപ്പൊ മോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുമ്പോൾ മോള് തന്നെ എൻഡ് ചെയ്തു. ഇനി 0 ആയി അപ്പൊ എന്താ ആദ്യം ഫേസ് നമ്മൾ താഴോട്ട്, ഇവിടെ മോളായ കാരണം താഴോട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ.
താഴോട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് തന്നെ എൻഡ് ചെയ്യണം. ഇവിടെ താഴോട്ടാണ്, ഇവിടെ 1 ആവുമ്പോൾ അതേ അടുത്ത ഫേസ് ചേഞ്ച് 1ന്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ തന്നെ എൻഡ് ചെയ്തു 0. അപ്പൊ ഇവിടെ മുകളിൽ എൻഡ് ചെയ്ത കാരണം ഇവിടെ 0ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പേസ് ചേഞ്ച് ഉണ്ടാവണം. എന്തായാലും താഴേന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴെ എൻഡ് ചെയ്തു, പിന്നെ 0 തന്നെ. അപ്പൊ അത് കണ്ടിന്യൂസ് തന്നെ പോവാം. പിന്നെ അതെ താഴെ തന്നെ എൻഡ് ചെയ്തു. 1 ആവുമ്പോൾ അതെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് മുകളിൽ തന്നെ എൻഡ് ചെയ്യുക. ഇതാണ് BPSK സിഗ്നൽ. അപ്പോൾ മോഡുലേഷൻ ക്യാരി ഔട്ട് ചെയ്യും, ബൈനറി ഡാറ്റ ഒരു ക്യാരി സിഗ്നൽ ആഡ് ചെയ്തിട്ട് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ സിഗ്നൽ ആയിരിക്കും ചാനലിൽ വരുന്നത്. ഈ സിഗ്നൽ ആദ്യം റിസീവർ റിസീവ് ചെയ്യും, എന്നിട്ട് അതേ ഇൻഫർമേഷൻ ഈ ഇൻഫർമേഷൻ അത് റിട്രീവ് ചെയ്യും റിസീവർ. അപ്പൊ എക്സ്പ്ലെയിൻ ബൈനറി മോഡുലേഷൻ ടെക്നിക് എന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്മിറ്ററും എക്സ്പ്ലെയിൻ ചെയ്യണം, റിസീവറും എക്സ്പ്ലെയിൻ ചെയ്യണം. അതേപോലെ ഈ വേവ് ഫോംസും വരച്ചു വെക്കണം. ഇനി നമുക്ക് ട്രാൻസ്മിറ്ററും റിസീവറിലേക്ക് പോവാം. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഇതിന്റെ condition തന്നെ in BPSK phase of the carrier signal is varied in accordance to binary input signal. A pair of signals S1 of t, S2 of t is used to represent binary symbol 1 and 0. For symbol 1 S1 of t and equation is S1 of t is equal to root 2 EB by t dB cos 2 pi FC. Otherwise for symbol 0 S2 of t is equal to 2 root 2 EB by TB cos 2 pi FC, equation number 2. And here EB is transmitted signal energy per bit, FC is carrier frequency. This is signal constellation diagram BPSK. So signal constellation diagram. Two signals message point 1 and message point 2. Already the equations are S1 of t, S2 of t. So coordinate S1 is message point 1 and S2 is message point 2. So S1 is condition inter 0 to TB S1 of t, 5 1 of t. By the solution is plus EB. A message point in the plus root TB. S2 is inter 0 to TB S2 of t, 5 1 of t. The solution minus root TB. Negative side minus root TB. Message point 2 minus root TB, message point 1 plus root TB. The message corresponding to S1 of t is located at S11 is equal to plus root TB, and message corresponding S2 of t is located as S21 is equal to minus root TB. But message point of a signal S11 another plus root TB, S21 another minus root TB. Message point another positive side, message point 2 another negative side. But distance positive side minus negative. But plus root TB minus of minus root TB in method. Add 2 root TB. Distance increase in and such isolation between symbols in BPSK is more. Therefore, probability of error reduces. Probability of error reduces and distance increase. In next generation of BPSK or transmitter modulator. BPSK generation and discuss another. Find a block diagram. Explain BPSK. Block diagram and transmitter receiver signal. First in the block diagram. Binary data sequence input bipolar non-return to 0 level encoder, other output bipolar non-return to 0 signal B of t. Then product modulator B of t, other carrier signal modulation input signal and digital data, other carrier signal light and add product and multiply the balance modulator BPSK signal the channel like transmit. This is a block diagram. BPSK signal can be generated by varying carrier signal at balance modulator. So, binary data, 0, 1, or binary data input. Binary data sequence 0, 1 square wave. Input other and the encoder like encoder binary data non-return to 0 bipolar signal like a signal and B of t. B of t product modulator balance modulator carrier signal carrier generator carrier signal either random vary balance modulator in the BPSK signal produce. Therefore, by varying and the bipolar signal B of t is applied to modulating signal to the applied as modulating signal to balance modulator. But this BPSK will be obtained at the modulator. BPSK signal can be generated by applying carrier signal to the balance modulator. Here main item
ബൈപോളാർ നോൺ റിട്ടേൺ സിഗ്നൽ അതിന് മോഡറേറ്റ് സിഗ്നൽ BFT ഇവിടെ കൊടുക്കും. അതേപോലെ കാരർ സിഗ്നൽ ഇവിടെ വരും. അപ്പൊ എന്തായാലും BPS സിഗ്നൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം ബൈ ജനറേറ്റഡ് ബൈ അപ്ലൈങ് കാരർ സിഗ്നൽ ടു ദി ബാലൻസ് മോഡുലേറ്റർ. ബാലൻസ് മോഡുലേറ്റർ ആണ് ഈ പ്രൊഡക്റ്റ് മോഡുലേറ്റർ രണ്ടും കൂടി പ്രൊഡക്റ്റ്. Therefore, a BPS bipolar signal BFT separated modulating signal to the balance modulator and desired BPSK wave is obtained at the modulator. അപ്പോൾ നമുക്ക് BPSK ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ബ്ലോക്ക് ഇവിടെ നിന്ന് ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. ബൈനറി 0 ഇൻപുട്ട് സിഗ്നൽ അത് ബൈപോളാർ നോൺ റിട്ടേൺ ടു 0 BFT ആകുമ്പോൾ BFT is equal to -1 ആവും. അതായത് BPSK ഔട്ട്പുട്ട് അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -√2p cos omega t. ബൈനറി 1 ആണെങ്കിൽ BFT is equal to +1, therefore +√2 cos omega ct. അങ്ങനെ നമുക്ക് ബൈപോളാർ ബൈനറി ഫേസ് ഷിഫ്റ്റ് സിഗ്നൽ ഔട്ട്പുട്ട് ആയിട്ട് ചാനൽ പോകും. ഇനി നെക്സ്റ്റ് വരുന്നത് റിസീവർ ആണ്. അതിന് ഡിറ്റക്ഷൻ, ഡിമോഡുലേറ്റർ, റിസെപ്ഷൻ ഓഫ് ബൈപോളാർ സിഗ്നൽ. അങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കണം ഒറിജിനൽ സിഗ്നൽ. അപ്പൊ ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് x of t, അത് നമുക്ക് കിട്ടുന്ന സിഗ്നൽ ഇവിടെ 5 of t എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാരിയർ സിഗ്നൽ സെയിം അവിടുത്തെ നേരത്തെ ട്രാൻസ്മിറ്ററിനുള്ള കാരിയർ സിഗ്നൽ അതേ ഫേസും ഫ്രീക്വൻസിയുള്ള കാരിയർ സിഗ്നൽ ഇവിടെ കൊടുക്കും പ്രോഡക്റ്റ് മോഡുലേറ്ററിൽ. അത് ആദ്യം തിരിച്ച് ഇന്റിഗ്രേറ്റ് ചെയ്യാൻ കൊടുക്കും. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ കോറിലേറ്റർ. പിന്നെ ഡിസിഷൻ ഡിവൈസിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ത്രെഷോൾഡ് 0 ആണ് സെറ്റ് ചെയ്യുന്നത്. ഇഫ് കിട്ടിയ സിഗ്നല് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ 1 എന്ന് ചൂസ് ചെയ്യും, ലെസ് ദാൻ 0 ആണെങ്കിൽ 0 എന്ന് ചൂസ് ചെയ്തിട്ട് നമുക്കിവിടെ നമ്മളുടെ തിരിച്ച് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ കിട്ടും. ഇതിനുള്ളതാണ് ഈ ബ്ലോക്ക് ഡയഗ്രാം. അപ്പൊ ടു ഡിറ്റക്ട് ഒറിജിനൽ ബൈനറി സീക്വൻസ് ഫ്രം നോയ്സി BPSK signal x of t, the received signal from this channel is applied to the correlator. അതാണ് ചാനലിന് കിട്ടിയ സിഗ്നൽ കോറിലേറ്ററിൽ കൊടുത്തു. കോറിലേറ്ററിൽ രണ്ടുണ്ട്, മൾട്ടിപ്ലയർ ഉണ്ട്, ഇൻഡിഗ്രേറ്റർ ഉണ്ട്. അപ്പൊ x of t എന്ന് പറയുന്നത് നമ്മുടെ BPSK സിഗ്നൽ അതോടെ കൊടുത്തു കോറിലേറ്ററിൽ. ആൻഡ് ലോക്കലി ജനറേറ്റഡ് കോഹറന്റ് റെഫറൻസ് സിഗ്നൽ ഉണ്ട്. കോഹറന്റ് റെഫറൻസ് സിഗ്നൽ ഇൻ 5 of t is applied to the correlator. The output of multiplier is indicated over 1 bit period. അപ്പൊ രണ്ടും കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ സിഗ്നൽ ഇവിടെ ഇന്റിഗ്രേറ്റ് ചെയ്യും ഓവർ 1 bit period. അപ്പോൾ ഇത് കാരിയർ സിഗ്നൽ നമ്മളുടെ ട്രാൻസ്മിറ്റ് ചെയ്ത BPSK സിഗ്നലിന് x of t ആയിട്ട് കിട്ടി. കോറിലേറ്ററിന്റെ മൾട്ടിപ്ലൈനുള്ളിൽ കൊടുത്തു, എന്നിട്ട് അത് ഇന്റിഗ്രേറ്റ് ചെയ്യും ഓവർ 1 bit period. Then next, the correlator output x1 of t is combined with the threshold of zeros. അതാണ് കോറിലേറ്ററിന്റെ ഔട്ട്പുട്ടിന് കിട്ടുന്ന ഔട്ട്പുട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് x1 അത് ത്രെഷോൾഡ് ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ x1 is greater than 0 നമ്മൾ 1 സിമ്പിൾ ചൂസ് ചെയ്യും, ലെസ് ദാൻ 0 ആണെങ്കിൽ 0 എന്ന് ചൂസ് ചെയ്യും ഇൻഫർമേഷൻ സിഗ്നൽ. ആൻഡ് ഇഫ് കോറിലേറ്റർ ഔട്ട്പുട്ട് ഈസ് എക്സീഡ്, അതെന്തെങ്കിലും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ receiver decides in favor of symbol 1, and if correlator output is not exceeded from the threshold, then less than 0 ആണെങ്കിൽ it receiver decides in favor of symbol 0, and if x1 is exactly equal to 0, the receiver makes a random guess whether in 0 or 1 അത് റാൻഡം ഗസ് റിസീവർ മേക്ക് ചെയ്യും. അപ്പൊ അതാണ്. അപ്പൊ ഈ x1 എന്ന് പറയുന്നത് നോക്കും ത്രെഷോൾഡിനും ഗ്രേറ്റർ 0, ത്രെഷോൾഡ് വാല്യൂ 0. അപ്പൊ x1 is greater than 0, then receiver makes a decision of symbol 1, and if signal x1 is less than value 0 ആണെങ്കിൽ the receiver will make the decision in favor of symbol 0. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ റിട്രീവ് ചെയ്ത് കിട്ടും. തിരിച്ച് നമുക്ക് ഇവിടെ ഈ ഡിറ്റക്ടറിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഈ സിഗ്നൽ തിരിച്ചു കിട്ടും. നമ്മുടെ ബൈനറി ഡാറ്റ ഇൻഫർമേഷൻ സിഗ്നൽ തിരിച്ചു കിട്ടും. ഇതിന് റിസീവറിന്റെ ഇൻപുട്ട് ആയിട്ട് x of t വരുന്നതും നമ്മുടെ ഡാറ്റ ഫൈനൽ ആയിട്ട് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ റിട്രീവ് ചെയ്യും. ഇതിന് തിരിച്ചു കിട്ടുന്നത് അങ്ങനെ. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ബൈനറി ഫേസ് ഷിഫ്റ്റ് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എഴുതണം, ട്രാൻസ്മിറ്ററും റിസീവറും അതേപോലെ ആ വേവ് ഫോംസ് വരച്ചു വെക്കണം. അതുപോലെ ഇപ്പൊ നെക്സ്റ്റ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് BPSK. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി രണ്ട് സൈഡിലും ഉണ്ട്. പോസിറ്റീവ് സൈഡിലും ഇതൊരു വേവ് ഫോം, നെഗറ്റീവ് സൈഡിലും വേവ് ഫോം. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ PTV/2, ആൻഡ് ഇവിടെ ഫ്രീക്വൻസി FC, ഫ്രീക്വൻസി മൈനസ് FC. ഇവിടെ നോക്കുകയാണെങ്കിൽ FC plus FB, FC plus 2FB അങ്ങനെ വരും. ഇവിടെ പ്ലസ് FC ആണ്, അപ്പൊ FC minus FB plus FC minus 2FB അങ്ങനെ വരും.
ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ മൈനസ് എഫ് സി ഈ സൈഡിൽ മൈനസ് എഫ് സി പ്ലസ് എഫ് ബി മൈനസ് എഫ് സി പ്ലസ് 2FP ഫസ്റ്റ് സൈഡിൽ പോണത് ഇവിടെ ഫുൾ മൈനസ് മൈനസ് എഫ് പി മൈനസ് എഫ് പി മൈനസ് എഫ് സി മൈനസ് 2FP. ഇതാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് BPSK. Then bandwidth of BPSK എന്നാണ് ഹൈസ്റ്റ് ഫ്രീക്വൻസി മൈനസ് ലോവസ്റ്റ് ഫ്രീക്വൻസി. ഹൈസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FC പ്ലസ് FP ആൻഡ് ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് FC മൈനസ് FP. അപ്പോൾ രണ്ടും മൈനസ് ഇവിടെ C പ്ലസ് FP മൈനസ് FC ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇതും ക്യാൻസൽ ആവും 2FB. അപ്പൊ ബാൻഡ്വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 2FB. Next important probability of error of BPSK or bit rate of BPSK. BPSK എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. derive the probability of BPSK and or അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുക bit rate of BPSK. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ decision region associated with the symbol 1 or signal S1 of t is described as Z1 എന്ന് പറയുന്നത് x0 between 0 to 1 എന്ന റീജിയനിലായിരിക്കും നമ്മുടെ decision region. Where x1 എന്ന ഒബ്സർവേഷൻ സ്കെയിലാർ. അപ്പൊ x1 എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to TB നമ്മൾ ഇന്റഗ്രേറ്റ് നടത്തും x of t into phi1 of t dt. x of t എന്ന് പറഞ്ഞാൽ റിസീവ്ഡ് സിഗ്നൽ. അപ്പൊ when symbol 0 or S2 of t is transmitted എന്താണ് കണ്ടീഷൻ പ്രോബബിലിറ്റി പറയും fx1 of x1 given 0 symbol 0 transmitted ആണെങ്കിൽ 1 by root pi n naught exponential minus n naught into x1 minus s21 whole square. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ എന്താണെന്ന് അറിയണം. ഇക്വേഷൻ നമ്പർ 1 അങ്ങനെ തന്നെ അറിയാം. അപ്പൊ s21 നമുക്ക് ഓൾറെഡി അറിയാം മൈനസ് UTB. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം s21ന്. അപ്പൊ ഇവിടെ എന്ത് വരും നോക്കിയാൽ fx1 into x1 for given 0 symbol 1 by root ഇത് അങ്ങനെ തന്നെ 1 by root pi n naught exponential minus 1 n naught into x1 പ്ലസ് ഈ S21 വാല്യൂ തന്നെ മൈനസ് √TB അപ്പൊ പ്ലസ് √TB പറയുമ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും ഇക്വേഷൻ നമ്പർ 3a. The conditional probability of receiver deciding in favor of symbol 1 given that symbol 0 was transmitted. അങ്ങനെയാണെങ്കിൽ symbol 1 ഫേവറിൽ ഡിസൈഡ് ചെയ്യും അത് 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P of 0 is equal to integral 0 to infinity fx1 of x1 given 0 dx1. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇക്വേഷൻ 2 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഇത് of x1 for given 0. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് 2 in ഇക്വേഷൻ നമ്പർ 4. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ അപ്പൊ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈ ഇക്വേഷൻ നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് P of 0 integral 0 to infinity അത് സെയിം തന്നെ 1 by root exponential minus 1 by n naught x into x1 plus √TB whole square into dx1. ഇനിയിപ്പോ ഇതിൽ നമുക്കറിയാം 1 by root pi n naught എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്ത് ഇപ്പൊ റിമൈനിങ് ഇതാണ് integral 0 to infinity x exponential into 1 minus n naught into x1 plus √TB whole square into dx1. ഇവിടെ തന്നെ ഓൾറെഡി നമ്മൾ കണ്ടീഷൻസ് പറയാൻ പോണത് പുട്ടിങ് z is equal to എന്താ 1 by n naught into x plus √TB നെ നമ്മൾ z ന്ന് അസ്യൂം ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ എന്താവും ഇതാണ് z is equal to 1 by root n naught x into x1 plus √TB നെ നമ്മൾ z ന്ന് അസ്യൂം ചെയ്യണം. ഇപ്പൊ എല്ലാം മാറ്റേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ x1 എന്നുള്ളത് ഇന്റഗ്രേഷൻ ചേഞ്ചിങ് വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ ഫ്രം x1 to z ലേക്ക് ഫുള്ള് മാറ്റേണ്ടി വരും. നമ്മൾ പറഞ്ഞത് z നെ നമ്മൾ 1 by root n naught into x1 plus √TB. അപ്പൊ നോക്കിയാൽ z സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഈ റൂട്ട് ക്യാൻസൽ ആയിപ്പോ 1 by n naught into x1 plus √TB ഹോൾ സ്ക്വയർ ആയി. ഇതിന് വിത്ത് റെസ്പെക്ട് ടു x1 നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ z ആണത്. അപ്പൊ dz by dx1 is equal to 1 by root n naught പ്ലസ് ഈ z നെ നമ്മൾ
ഇതിപ്പോ സെഡ് സ്ക്വയർ ആണ്. അപ്പൊ സെഡ് നമുക്ക് ഓൾറെഡി അറിയാം, ഇതാണ് സെഡ്. അപ്പൊ ഈ സെഡിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും 1/√n0 കോൺസ്റ്റന്റ് പുറത്തേക്ക് വരും. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. d/d x1 of x1 plus root eb. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് dz/dn0 is equal to 1/√n0. ഇത് ക്യാൻസൽ ആയി പോകും. ഇത് തന്നെ 1 ആണ്. അപ്പൊ നമുക്ക് dz is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? dz is equal to dx1/√n0 അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ നമ്മള് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്തെന്ന് ലിമിറ്റ്. അപ്പൊ നമുക്ക് dx1 പകരത്തിന് is equal to dz is equal to നമുക്ക് കിട്ടി എന്താ dx1/√n0. അപ്പൊ dx1 എന്ന് പറഞ്ഞാൽ √n0 dz ഇക്വേഷൻ നമ്പർ 7. അപ്പൊ നമുക്ക് ലോവർ ലിമിറ്റിന് അടുത്തത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കാണാം. അപ്പൊ ലോവർ ലിമിറ്റ് x is 1 is equal to 0, മറ്റൊന്നും ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി അല്ല. അപ്പൊ x0 എന്ന് പറയുമ്പോൾ ഇതിലേക്ക് x1 0 കൊടുത്ത് നമുക്ക് കിട്ടുന്നത് 1/n0 0 plus √eb. അപ്പൊ നമുക്ക് കിട്ടുന്നത് z is equal to √eb/n0 ലോവർ ലിമിറ്റ്. അതേപോലെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി, അത് ഇവിടെ ഇൻഫിനിറ്റി ഇവിടെ കൊടുത്തതിന് x1 ഇൻഫിനിറ്റി കൊടുത്തതിന് നമുക്ക് കിട്ടുന്നത് ഇൻഫിനിറ്റിന് വാല്യൂ. അപ്പൊ നമുക്ക് ലിമിറ്റ് ഫ്രം √eb/n0 to ഇൻഫിനിറ്റി, അതാണ് ഇന്റഗ്രേഷൻ. അങ്ങനെ നമ്മൾ ഫുള്ള് ചേഞ്ച് ചെയ്തു. അപ്പൊ കമ്പയറിംഗ് 5, 6, 7 നമ്മൾ മൊത്തം ചേഞ്ച് ചെയ്യാൻ പോകണം. അങ്ങനെ വരുമ്പോ എന്താവും? ഇന്റഗ്രൽ √eb/n0 ഇൻഫിനിറ്റി ഇത് മുകളിൽ നേരത്തെ കോൺസ്റ്റന്റ് ആയിട്ട് എക്സ്പോണൻഷ്യൽ ഓഫ് മറ്റൊടുത്ത് സെഡിന്റെ വാല്യൂ കൊടുക്കുക -z² √n0 dz. ഇതിൽ തന്നെ 1/√eb/n0 അതേപോലെ എക്സ്പോണൻഷ്യൽ n0. അപ്പൊ ഈ n0 പുറത്തേക്ക് എടുക്കുക. അപ്പൊ n0 n0 ക്യാൻസൽ ആയി പോവും. പിന്നെ റിമൈനിങ് ആയിട്ട് വരുന്നത് p of 0 is equal to 1/√integral √eb/n0 infinity exponential -z² dz. Question number 8. P of 0 is equal to 1/2 error function. അപ്പൊ ഈ കണ്ടീഷൻ പറയുന്നത് 1/2 error function of √eb. അതാണ് p0. error function 1/√eb എന്ന കോംപ്ലിമെന്റ് error function ആണ്. ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ കിട്ടാം 1/2 ഈ error function of √eb/n0 എന്ന് കിട്ടാം. അതങ്ങനെ തന്നെ എഴുതി വെക്കാം. സിമിലറി p of 1 സിമ്പിൾ 0ന്റെ കണ്ട് ഇത് 1ന്റെയും പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ 1 ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും 1/2 error function of √eb/n0. അപ്പൊ therefore averaging this probability of symbol error for BPSK we will get എന്താ p is equal to 1/2 error function of √eb/n0. ഇതാണ് probability of BPSK ലിമിറ്റ് റേറ്റ് ഓഫ് BPSK. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതേപോലെ BPSK മോഡുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫുൾ സിഗ്നൽ വരയ്ക്കുക, ട്രാൻസ്മിറ്ററും വരയ്ക്കുക, റിസീവറും വരയ്ക്കുക. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിറ്റക്ഷൻ ഓഫ് BPSK എന്ന് പറഞ്ഞാൽ അത് റിസീവർ ഭാഗമാണ് ഡിറ്റക്ഷൻ. അതേപോലെ മോഡുലേറ്റർ എന്ന് പറയുമ്പോൾ ട്രാൻസ്മിറ്റർ, ഡിമോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ റിസീവർ. അങ്ങനെ ഉണ്ട്. അത് ഓരോന്നും ശ്രദ്ധിച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ.